കോഴിക്കോട് ജില്ലയിലെ കുന്നിയോറമലയിൽ ദേശീയപാതയുടെ ഒരു ഭാഗം മാത്രം ഏറ്റെടുത്ത് മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഇന്നലെ ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. പ്രദേശത്തെ പ്രതിഷേധ സമരം 16ാം ദിവസത്തിലേക്ക് നീങ്ങുകയാണ്. AK അഭിലാഷ് സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. AK അഭിലാഷ്, വലിയ ആശങ്കയായി പാതയ്ക്ക് ഒരു ഭാഗത്ത് ഉയർന്നു നിൽക്കുകയാണ് കുന്നിയോറമല. നമ്മൾ ഇന്നലെയും അവിടുത്തെ കാഴ്ചകൾ കണ്ടതാണ്. ഇന്നത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് ഒരു പരിഹാരവുമായിട്ടില്ല. ഇപ്പോഴും അത് ഇങ്ങനെ തന്നെ പോകുന്നു എന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത്, അതായത് മണ്ണ് ഏറ്റവും കൂടുതൽ നീക്കം ചെയ്തിരിക്കുന്ന 100 അടിയോളം ഉയരത്തിൽ നീക്കം ചെയ്തിരിക്കുന്ന ഭാഗത്താണുള്ളത്. ഇവിടെയുള്ള അടിത്തട്ടിലൊരു കാര്യം നമുക്ക് കാണാം. ഇതൊക്കെ അതിൻ്റെ കോൺക്രീറ്റ് പാളികളാണ്, നേരത്തെ ചെയ്തിരുന്ന കോൺക്രീറ്റ് പാളികളാണ്. ഇതൊക്കെ അടർന്ന് താഴോട്ട് വീണിരിക്കുന്നു. ഈ ഭാഗത്താണ് ഇത്തരത്തിൽ വീണിരിക്കുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെ നേരത്തെ കോൺക്രീറ്റ് ചെയ്തിരുന്ന ഭാഗങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അടർത്തി നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളാണ്. ഓരോ ഭാഗത്തും ഇങ്ങനെ അടർന്ന് വീഴുകയാണ്. ഇന്നലെ രാത്രി മാത്രം ഇടിഞ്ഞു വീണ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. ഏതാണ്ട് 25 കുടുംബങ്ങൾ ഈ വരിയിൽ തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഏതാണ്ട് 100ഓളം വീടുകളുണ്ട്. ഈ ഭാഗം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോകാൻ അനുവാദമുണ്ടാവണം, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ന്യായമായ ധനസഹായം നൽകിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ നടത്താൻ എന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയത്ത് ഇതിൻ്റെ മറുഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെയും സമാനമായ ഒരു സാഹചര്യമാണ്. ഇവിടെയും മണ്ണ് ഇടിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്ന മൺകൂനകളാണ് കാണുന്നത്. ഈ ഭാഗം ഇപ്പോൾ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവർ പറയുന്നത്, ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്, അങ്ങനെ ഒരു ഭാഗം മാത്രം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ മലയ്ക്ക് മുകളിലാണെങ്കിൽ ആകെ 3-4 കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ആശങ്കയുണ്ട്. അതിനു കൂടി പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഇവിടെ മണ്ണ് നീക്കാൻ അനുവദിക്കൂ എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മണ്ണ് നീക്കാൻ ചെയ്യാനും അതോടൊപ്പം തന്നെ അവിടെ അളവെടുക്കാനൊക്കെ ഒരു നീക്കം നടത്തിയിരുന്നു. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും പഞ്ചായത്ത് മെമ്പർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഇന്നലെ തടഞ്ഞത്? ഇന്നലെ തടഞ്ഞതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ സമരക്കാരിയിരിക്കുന്നത്. അതിൻ്റെ നേരെ താഴെ തന്നെ അന്നേരം വലിയ കല്ലുകൾ ഇവരെ മേലേക്ക് വീഴുകയും ചെയ്ത്. എന്തായാലും ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഏതായാലും ഒരു ഇതിലെത്തട്ടെ, എന്നിട്ട് മാത്രം എടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനമായിരുന്നു. എന്തായാലും പോലും ഇപ്പം തൽക്കാലം ഒന്ന് നിരപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനിപ്പം തൽക്കാലം തടയേണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്തായാലും സമാധാനപരമായിട്ട് തന്നെ പോട്ടെ എന്നുള്ള രീതിയിലാണ്. രണ്ടു ഭാഗം ഒരുപോലെ തന്നെ മണ്ണെടുക്കണം എന്നുള്ള ആവശ്യമാണ്. തീർച്ചയായും രണ്ട് ഭാഗത്ത് ഒരുപോലെ മണ്ണെടുക്കണം. രണ്ട് ഭാഗമുള്ള ആളുകളെയും ജീവൻ ഒരുപോലെ വിലപ്പെട്ടതാണ്. ചേട്ടാ എന്താ പറയാനുള്ളത്? പറഞ്ഞു തന്നെ മെമ്പർ പറഞ്ഞു തന്നെയാണ് ഈ സ്ഥലത്ത് പോകുന്നതായിട്ട് തന്നെ എവിടെയും കടന്നത്. ഇത് പോയിട്ടേ അത് പോകാൻ പാടുള്ളൂ ഞങ്ങളെ അഭിപ്രായം. കാരണം ഇവിടെ ഏറ്റവും ജാസ്തി ജനങ്ങൾ താമസിക്കുന്നത്. ഒരു 60-70 ആൾ പുറക്കാരായിട്ടുണ്ട്. ഈ ചുറ്റുപാടത്ത് ഈ കാണുന്ന ഇടത്തെല്ലാം കാണുന്ന വീടുകളാണ്. അവരെല്ലാം ഇന്ന് നാളെയോ നടന്നതൊക്കെ എല്ലാം വാടകയ്ക്ക് പോയ ആൾക്കാരാണ്. അപ്പോൾ അവർക്കും എല്ലാവർക്കും ജീവനും സ്വത്തിനും ഒരു ശാശ്വത പരിഹാരം കാണണം, അല്ലാതെ ഇതിന് മടങ്ങുന്നത് ചെയ്തില്ല. തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക വേണം തന്നെയാണ്. കാരണം ഇവിടെ നിൽക്കുന്ന ഭാഗത്ത് ഇപ്പോൾ തന്നെ ഏതാണ്ട് 5 മീറ്റർ 6 മീറ്റർ ഉയരത്തിലാണ്. കാരണം നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് ഉയരത്തിലാണ്. കാരണം ഇവിടെ മണ്ണെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ പണി നിർത്തിയേക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുന്ന്, അതായത് 100 അടിയോളം ഉയരത്തിൽ നിൽക്കുന്ന കുന്ന്, അതെന്ത് ചെയ്യും? അവിടെ കൂടുതൽ തട്ടുകളായി മണ്ണെടുക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ദുരന്തത്തിലേക്കായിരിക്കും പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അടിത്തട്ടിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഈ റോഡിലേക്ക് കൂന്നി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അതായത് ഏത് സമയവും ഇത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തരത്തിലേക്കുള്ള അപകടത്തിലേക്കായിരിക്കും പോവുക. ഗതാഗതത്തിന് റോഡ് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പലരും ഈ റോഡിനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. പ്രധാനമായും കൊയിലാണ്ടി നഗരത്തിൽ വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ ഈ വഴി പോവുകയും ചെയ്തത്. ഇത് മഴക്കാലത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. സുജയ. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മണ്ണ് നീക്കം അനുവദിക്കില്ല എന്ന നിലപാട് നാട്ടുകാർ എടുക്കുകയാണ്.